ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയുണ്ട്. ദൈവം നീ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ കടന്നു പോകേണ്ട വഴി അതാണ്. ഇതാ വഴി, ഇതിലേ കടന്നു പോവുക എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ദൈവം നീ കടന്നു പോകണം, എങ്ങനെ ജീവിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം, ഏതൊക്കെ വഴിയിലൂടെ ചരിക്കണം, എങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നീ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ വഴിയിൽ നിന്ന് വിരുദ്ധമായിട്ട് നിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോൾ നീ ഒരു ബന്ധനാവസ്ഥയിലാണ്. ലൗകിക ചിന്തകളും ആഗ്രഹങ്ങളും വർദ്ധിക്കുമ്പോൾ അതിനെ താലോലിച്ച് ജീവിക്കുന്നത് ഒരാത്മാവിനെ ബന്ധനാവസ്ഥയിലേക്ക് നയിക്കും. ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, സിനിമകൾ, സീരിയലുകൾ, വാർത്തകൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, ഇതിനെ താലോലിക്കുമ്പോൾ, പാപത്തെ താലോലിക്കുമ്പോൾ ആത്മാവ് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈശോ പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു, ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് ഈശോ പറയാം. ഈശോ മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, ഇന്ന് വചന ശുശ്രൂഷയെ സംബന്ധിക്കുമ്പോൾ ഒരാത്മാവിനെ ബന്ധിച്ചിടുന്ന പാപമേഖലകളെ കുറിച്ച് ധ്യാനിക്കാനായിട്ട് പോവുകയാണ്. ഒരാത്മാവിനെ ബന്ധിക്കുന്ന മേഖലകൾ. ആത്മാവിന് സ്വാതന്ത്ര്യമുണ്ട്. ബൈബിളിൽ കുറുന്തോസുകാർക്ക് ഇത് 2-ാമത്തെ ലേഖനം 3-ാം അധ്യായം 17-ാമത്തെ തിരുവചനം. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. കർത്താവ് ആത്മാവാണ്, കർത്താവിന്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ബൈബിളിലെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് എന്താണ്? ദൈവമകനായി ജീവിച്ച്, ദൈവത്തോടൊത്ത് ജീവിച്ച്, ദൈവത്തിന് ഇഷ്ടപ്പെട്ടത് ജീവിതം നയിക്കാൻ കഴിയുന്നത് സ്വാതന്ത്ര്യമാണ്. എന്നാൽ എന്താണ് അടിമത്തം അല്ലെങ്കിൽ ബന്ധനം എന്ന് പറയുന്നത്? പിശാചിന്റെ വഴികളിലൂടെ നീ കടന്നുപോയി പിശാചിന് കീഴ്പ്പെട്ട് ജീവിക്കുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബന്ധനം. അതുകൊണ്ടാണ് മാമോദീസായുടെ സമയത്ത് ജ്ഞാനസ്നാനം സ്വീകരിക്കാൻ വരുന്ന കുഞ്ഞിനോട് ചോദ്യം ചോദിക്കുന്ന, ജ്ഞാനസ്നാനം സ്വീകരിക്കുന്ന കുഞ്ഞിന് വേണ്ടി തലതൊട്ടമ്മയും മറുപടി പറയുന്നുണ്ട്. ആ വൈദികൻ ചോദിക്കുന്നുണ്ട്, പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിതനാകുവാൻ നീ ആഗ്രഹിക്കുന്നുണ്ടോ? ആ ചോദ്യത്തിന്റെ അകത്ത് പൈശാചിക ബന്ധനത്തിൽ നിന്ന് ഒരു വ്യക്തിയെ പിശാച് അടിമത്തപ്പെടുന്നു അല്ലെങ്കിൽ ബന്ധിക്കപ്പെടുന്നു എന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. വീണ്ടും പറയാണ്, പാപമാർഗങ്ങളും നീ ഉപേക്ഷിക്കുന്നുവോ? അപ്പോൾ ഒരാത്മാവിനെ കീഴടക്കുന്നത്, ഒരാത്മാവ് ബന്ധനാവസ്ഥയിൽ കഴിയുന്നത് എപ്പോഴാണോ ആത്മാവിനെ പാപം തളച്ചിടുന്നത്, ആ പറയുന്ന അവസ്ഥയ്ക്ക് പറയുന്ന പേരാണ് ബന്ധനാവസ്ഥ. അതുകൊണ്ടാണ് റോമാലേഖനം 12-ാമത്തെ അധ്യായം 2-ാമത്തെ തിരുവചനം, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്. അതിനുശേഷം പൗലോസ് ശ്ലീഹ ഈ ലോകത്തിന് അല്ലെങ്കിൽ പിശാചിന് അനുരൂപരാകുമ്പോൾ സംഭവിക്കാവുന്ന നഷ്ടങ്ങളെക്കുറിച്ച് പറയുമ്പോൾ ആ 12:2 പറയാണ്, നിങ്ങൾ ഈ ലോകത്തിന് അനുരൂപരാകരുത്, പ്രത്യേക നിങ്ങളുടെ മനസ്സിന്റെ നവീകരണം വഴി രൂപാന്തരപ്പെടുവിൻ, ദൈവഹിതം എന്തെന്നും നല്ലതും പ്രീതിജനകവും പരിപൂർണമായത് എന്തെന്നും വിവേചിച്ചറിയാൻ അപ്പോൾ നിങ്ങൾക്ക് സാധിക്കും. ഒരാത്മാവ് സ്വാതന്ത്ര്യം നിറഞ്ഞ സമയത്ത്, അതായത് ദൈവാത്മാവിനാ, റോമ 8:14, ദൈവാത്മാവിനാ നയിക്കപ്പെടുന്നവരെല്ലാം ദൈവത്തിന്റെ പുത്രന്മാരാണ്. അപ്പോൾ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഈ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണ അനുസരിച്ച് ജീവിക്കുമ്പോൾ ദൈവഹിതം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. നല്ലതും ദൈവത്തിന് പ്രീതികരമായിട്ടുള്ളത് എന്താണെന്നും തിരിച്ചറിയാനായിട്ട് ഒരാത്മാവിന് സഹായം ലഭിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ നമ്മുടെ ആത്മാവ് സ്വാതന്ത്ര്യത്തോടുകൂടി, അതായത് പാപം ചെയ്യാതെ വിശുദ്ധിയോടുകൂടി ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പ്രേരണകൾ തിരിച്ചറിയാനായിട്ട് കഴിയും. പാപം വഴി ദൈവിക സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട് നമ്മൾ അടിമയായിത്തീരും. പാപം ഒരു വ്യക്തിയെ ബന്ധിക്കപ്പെട്ട് ദൈവത്തിന്റെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് അടിമയാക്കുന്നു. അതുകൊണ്ടാണ് ബൈബിളിൽ ഈ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടുകൂടി ജീവിക്കുന്നതിനെ കുറിച്ച് നമ്മൾ ധ്യാനിക്കുന്നുണ്ട്. ഈശോയെ ദേവാലയത്തിൽ സമർപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ പ്രേരണയാൽ ശിമയോൻ ദേവാലയത്തിലേക്ക് വരുന്നുണ്ട്. ശിമയോൻ ദേവാലയത്തിലേക്ക് വരുന്നത് പരിശുദ്ധാത്മാവിന്റെ പ്രേരണയോടുകൂടിയാണ്. ഗലാത്യ ലേഖനം 5:16 പറയുന്നുണ്ട്, ആത്മാവിന്റെ പ്രേരണ അനുസരിച്ച് വ്യാപരിക്കുവിൻ. നമ്മളോട് ദൈവം പറയുന്ന ഒരു വഴിയുണ്ട്, നമ്മളോട് ദൈവം സംസാരിക്കുന്ന വഴിയുണ്ട്. ചില തോന്നലുകളായിട്ടായിരിക്കാം, ചില വെളിപാടുകളായിട്ടായിരിക്കാം, ചില സ്വരത്തിന്റെ രൂപത്തിലായിരിക്കാം. ദൈവം വഴി നടത്തുന്ന ഒരു മേഖലയുണ്ട്. ആരെ ദൈവം വഴി നടത്തുന്നത്? ഈ പരിശുദ്ധാത്മാവിന് വില കൊടുത്ത് അല്ലെങ്കിൽ ആത്മീയ സന്തോഷത്തോടു കൂടി ജീവിക്കുന്നത്, ദൈവമായിട്ട് വ്യക്തിബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിയെ നയിക്കുന്ന ഒരു വഴിയുണ്ട്. അതാണ് വീണ്ടും നമുക്ക് കാണുവാനായിട്ട് കഴിയും. അപ്പസ്തോല പ്രവർത്തനത്തിന്റെ പുസ്തകം 20-ാം അധ്യായം 23-ാമത്തെ തിരുവചനം. ജെറുസലേമിലേക്ക് പോകാൻ പരിശുദ്ധാത്മാവ് പൗലോസ് ശ്ലീഹായെ നിർബന്ധിക്കുന്നു. വീണ്ടും 16:6 പറയുന്നുണ്ട്, ഏഷ്യയിൽ വചനം പറയാൻ പരിശുദ്ധാത്മാവ് എന്നെ പിന്തിരിപ്പിച്ചു. വീണ്ടും പറയാണ്, ബിഥീനിയയിലേക്ക് പോകാൻ ആഗ്രഹിച്ചെങ്കിലും ആത്മാവ് അനുവദിച്ചില്ല. ചില സ്ഥലത്തേക്ക് പോകാനായിട്ട് പൗലോസ് ശ്ലീഹ അനുവദിക്കുന്നില്ല.
ചില സ്ഥലത്തേക്ക് പോകാനായിട്ട് പ്രേരിപ്പിക്കുന്നു. കാരണം പൗലോസ്ലീഹായെ നയിക്കുന്നത് ദൈവത്തിന്റെ ആത്മാവാണ്. ദൈവത്തിന്റെ ആത്മാവ് നയിക്കുമ്പോൾ പൗലോസ്ലീഹായ്ക്ക് സ്വാതന്ത്ര്യമുണ്ട്. കാരണം പൗലോസ്ലീഹായെ നയിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവായതുകൊണ്ട് ആ സ്വാതന്ത്ര്യമുണ്ട്. അതിന് പറയുന്ന പേരാണ് ആത്മീയ സ്വാതന്ത്ര്യം. നമ്മളെ കെട്ടിയിടുന്ന മേഖലയുണ്ട്. മദ്യം നമ്മളെ കെട്ടിയിടും, വ്യഭിചാരം കെട്ടിയിടും, മൊബൈൽ ഫോൺ കെട്ടിയിടും, അല്ലെങ്കിൽ ഈ ലോകത്തിന്റെ സന്തോഷങ്ങൾ, വെറുപ്പ് കെട്ടിയിടുന്ന സമയമാണ്. അങ്ങനെ ചില ആൾക്കാർക്ക് രക്ഷപ്പെടാൻ പറ്റത്തില്ല. അവൻ എന്തേരെ ആഗ്രഹിച്ചാൽ അവന്റെ ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഒക്കെ ഏറ്റവും പാപം നിറഞ്ഞ ഒരു അവസ്ഥയുണ്ട്. ചിലപ്പോൾ എല്ലാവരും ആഗ്രഹിക്കും എന്നും മദ്യപിക്കാതിരിക്കണം, മദ്യപാനം അവസാനിപ്പിക്കണം. പറ്റാത്ത അവസ്ഥയുണ്ട്. കാരണം ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. മൊബൈൽ ഫോണുമായിട്ടുള്ള അതിനോടുള്ള അഡിക്ഷൻ മാറണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. ലഹരി വസ്തുക്കളോട് ഉപയോഗം മാറ്റണമെന്ന് ആഗ്രഹമുണ്ട്, പറ്റുന്നില്ല. അല്ലെങ്കിൽ ഒരു വ്യക്തിയുമായിട്ടുള്ള തെറ്റായ ബന്ധം അവസാനിപ്പിക്കണമെന്ന് ആഗ്രഹമുണ്ട്. കാരണം അവൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. പരിശുദ്ധാത്മാവ് ഉള്ളിടത്ത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നൽകുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്യണം. ഞാൻ ഇന്ന് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലാണോ? സ്വാതന്ത്ര്യത്തോടുകൂടി പ്രാർത്ഥിക്കാനും വിശുദ്ധി ജീവിക്കുവാനുള്ള ദൈവിക സ്വാതന്ത്ര്യം അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എങ്ങനെയാണ് ഒരു ആത്മാവ് സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത്? ഒന്നാമത്, ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് സ്വന്തം ഇഷ്ടങ്ങളെ നടപ്പിലാക്കാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ആത്മാവ് ബന്ധനാവസ്ഥയിലാണ്. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് കർത്താവ് ആഗ്രഹിക്കുന്ന വഴിയുണ്ട്. ദൈവം നീ എങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ കടന്നു പോകേണ്ട വഴി അതാണ്. ഇതാ വഴി, ഇതിലേ കടന്നു പോവുക എന്ന് വചനം പറയുന്നുണ്ടല്ലോ. ദൈവം നീ കടന്നു പോകണം, എങ്ങനെ ജീവിക്കണം, എപ്രകാരം മുന്നോട്ട് പോകണം, ഏതൊക്കെ വഴിയിലൂടെ ചരിക്കണം, എങ്ങനെ ഒരു ജീവിതം നയിക്കണമെന്ന് ദൈവത്തിന് ഇഷ്ടമുണ്ട്. ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയിലൂടെ നീ പോകുമ്പോൾ കിട്ടുന്ന ഒരു സ്വാതന്ത്ര്യമുണ്ട്. ആ വഴിയിൽ നിന്ന് വിരുദ്ധമായിട്ട് നിന്റെ ഇഷ്ടങ്ങൾ നടപ്പിലാക്കുമ്പോൾ നീ ഒരു ബന്ധനാവസ്ഥയിലാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഇഷ്ടങ്ങൾക്ക്, നമ്മുടെ താല്പര്യങ്ങൾക്ക്, നമ്മുടെ പദ്ധതികൾക്ക് പൂർണ്ണമായിട്ട് നമ്മൾ വില കൊടുത്ത് ദൈവത്തിന്റെ പദ്ധതികളെ മാറി, ദൈവത്തിന്റെ പദ്ധതികൾ നകന്ന് ജീവിക്കുമ്പോൾ സംഭവിക്കുന്നതാണ് നമ്മുടെ ആത്മാവ് ബന്ധനാവസ്ഥയിലാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ആത്മശോധന ചെയ്യണം ബന്ധനാവസ്ഥയിൽ. രണ്ടാമത്തത്, നമ്മുടെ ഒരു വ്യക്തിയുടെ ആത്മാവ് ബന്ധിക്കപ്പെടുന്നത് പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപത്തിൽ തന്നെ തുടരുന്നു. ഞാൻ ചെയ്യുന്ന പ്രവൃത്തി പാപമാണ്, ഈ ചെയ്യുന്നത് ശരിയല്ല, ഇത് തെറ്റാണ്, ഇങ്ങനെ ഒരു വഴി കൂടെ പോകാൻ പാടില്ല, ഇങ്ങനെ ഒരു ജീവിതം പാടില്ല, ഇങ്ങനെ ഒരു ബന്ധം പാടില്ല, ഇങ്ങനെ ഒരു സന്തോഷം പാടില്ല എന്ന് അറിയാമായിരുന്നിട്ടും ബോധപൂർവം ആ പാപത്തെ സ്വീകരിക്കുകയും ആ പാപ വഴികളിലൂടെ നടക്കുകയും ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ പാപത്തിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് ബൈബിൾ പറയുന്നത്, പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. പാപം ചെയ്യുന്നവൻ പാപത്തിന്റെ അടിമയാണ്. അതുകൊണ്ടാണ് പാപം ചെയ്യുന്നവൻ പിശാച് എന്നുള്ളവനാണ്. പിശാച് ആദ്യം മുതലേ പാപം ചെയ്യുന്നവനാണ്. പിശാചിന്റെ പ്രവൃത്തികളെ നശിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവത്തിന്റെ പുത്രൻ പ്രത്യക്ഷനായത്. 1 യോഹന്നാൻ 3:8 വചനം അത് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പ്രിയപ്പെട്ടവരെ, പാപമാണെന്ന് അറിഞ്ഞിട്ടും പാപ വഴികളിലൂടെ തുടരുന്നത് ഒരാത്മാവിനെ ബന്ധിക്കപ്പെടുന്നതിന്റെ അവസ്ഥയുടെ ഒരു പ്രത്യേകതയാണ്. മൂന്നാമത്, ലൗകിക ചിന്തകളും ആഗ്രഹങ്ങളും വർദ്ധിക്കുമ്പോൾ അതിനെ താലോലിച്ച് ജീവിക്കുന്നത് ഒരാത്മാവിനെ ബന്ധനാവസ്ഥയിലേക്ക് നയിക്കും. ലൗകികമായിട്ടുള്ള കാര്യങ്ങൾ, ഈ ലോകത്തിന്റെ കാര്യങ്ങൾ, സിനിമകൾ, സീരിയലുകൾ, വാർത്തകൾ, സുഖങ്ങൾ, സന്തോഷങ്ങൾ, ഇതിനെ താലോലിക്കുമ്പോൾ, പാപത്തെ താലോലിക്കുമ്പോൾ ആത്മാവ് ബന്ധിക്കപ്പെട്ട അവസ്ഥയിലായിരിക്കും. അതുകൊണ്ട് നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. അതുകൊണ്ട് ഈശോ പറയുന്നത്, കർത്താവിന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്, ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ അവിടുന്ന് എന്നെ നിയോഗിച്ചിരിക്കുന്നു, ദൈവം എന്നെ നിയോഗിച്ചിരിക്കുന്നു. അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ വത്സരം പ്രഖ്യാപിക്കാൻ ദൈവത്തിന്റെ വഴികളെക്കുറിച്ച് ഈശോ പറയാം. അതുപോലെ ഓരോ വ്യക്തിയെക്കുറിച്ച് ദൈവത്തിന് വ്യക്തമായ പദ്ധതികളുണ്ട്. ഞാൻ സ്വാതന്ത്ര്യത്തിൽ ജീവിക്കുമ്പോൾ ദൈവത്തിന്റെ പദ്ധതിക്ക് അനുസൃതമായിട്ട് ജീവിക്കുന്നു. ഞാൻ ബന്ധനാവസ്ഥയിലാകുമ്പോൾ എൻ്റെ പദ്ധതികൾ നടപ്പിലാക്കുന്നു. അതിൻ്റെ അർത്ഥം പിശാചിന്റെ വഴിയെ ബോധപൂർവ്വം സ്വീകരിക്കുന്നു. അതുകൊണ്ട് നമുക്ക് ജീവിതത്തിൽ ദൈവത്തിന്റെ പദ്ധതികൾ സ്വീകരിക്കാം. ദൈവഹിതത്തിന് വിരുദ്ധമായിട്ട് സ്വന്തം ഇഷ്ടങ്ങൾ നടപ്പാക്കുമ്പോൾ ഞാൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. പാപമാണെന്ന് അറിയാമായിരുന്നിട്ടും പാപത്തിൽ തുടരുമ്പോൾ ഞാൻ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. വീണ്ടും ലൗകിക ചിന്തകളെയും ഈ ലോകത്തിന്റെ സുഖങ്ങളെയും താലോലിക്കുമ്പോൾ ബന്ധിക്കപ്പെട്ട അവസ്ഥയാണ്. നമ്മുടെ ആത്മാവ് സ്വതന്ത്രമാകട്ടെ, നമ്മുടെ ആത്മാവ് വിശുദ്ധമായിട്ട് തരട്ടെ. ഓരോ ആത്മാവിനെയും ദൈവം എത്രമാത്രം സ്നേഹിക്കുന്നുണ്ട്. ഒരാത്മാവിന് ദൈവം നൽകുന്ന വില അല്ലെങ്കിൽ മൂല്യം തിരിച്ചറിയുമ്പോഴാണ് നമ്മുടെ ആത്മരക്ഷയെ എത്ര ഗൗരവത്തോടുകൂടി കാണണം, എത്ര ഗൗരവത്തോടുകൂടി നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഈ വചന ശുശ്രൂഷയിൽ ആത്മരക്ഷയ്ക്ക് വില കൊടുക്കുന്നവരായിട്ട് ജീവിക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, എൻ്റെ ആത്മാവിനെ അങ്ങ് വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കണമേ, എൻ്റെ ആത്മാവിനെ സംരക്ഷിക്കണമേ, പാപത്തിന്റെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിച്ച് കർത്താവിനെ സ്തുതിക്കാം, ആരാധിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന, യേശുവേ മഹത്വം.
നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും ഈശോയുടെ കുരിശിൻ്റെ സംരക്ഷണവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.